നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മാള ലിങ്ക് സെന്റർ പുതിയ വികസന പാതയിലേക്ക്. നിലവിലെ ഫിസിയോതെറാപ്പി വിഭാഗം 2000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലും ഡയാലിസിസും കെയർ ഹോമും ഉൾപ്പെടെ വിപുലമായ സേവനങ്ങൾ നൽകാൻ കഴിയും വിധത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. ഇതിനായി മാള ടൗൺ വാർഡിൽ 14 സെന്റ് സ്ഥലം നിലവിലുള്ള ലിങ്ക് സെന്റർ കെട്ടിടത്തോട് ചേർന്ന് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ വില കൊടുത്തു വാങ്ങുകയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം തന്നെ കെട്ടിടത്തിന്റെ തറക്കല്ലിടിയിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾ പാലിയേറ്റീവ് ക്ലബ് ആക്ടിവിറ്റിയുടെ ഭാഗമായി ആൽഫ ചാവക്കാട് ലിങ്ക് സെന്റർ സന്ദർശിച്ചു. ആൽഫയുടെ പ്രവർത്തനങ്ങൾ അറിയുന്നതിനായി വിദ്യാർത്ഥികൾ ഹോം കെയർ, ഫിസിയോതെറാപ്പി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ നേതൃത്വം നൽകി. ആൽഫ ആലപ്പുഴ സെന്ററിന്റെ പ്രവർത്തന പരിധിയിൽ ഉള്ള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജിൽ വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ്, മെമന്റോ എന്നിവ വിതരണം ചെയ്തു. ആലപ്പുഴ ലിങ്ക് സെന്റർ സെക്രട്ടറി തോമസ് ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ എന്നിവർ കോളേജ് പ്രിൻസിപ്പൽ സിനിമോൾക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും കൈമാറി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി നേതൃത്വം നൽകി. ആൽഫ എടമുട്ടം ഹോസ്പീസിൽ ബുധനാഴ്ചകൾ തോറും നടത്തിവരുന്ന ജൂനിയർ നഴ്സുമാരുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മികച്ച പ്രവർത്തനം നടത്താനുമുള്ള പരിശീലന പരിപാടിയുടെ നിലവിലെ ബാച്ചിന്റെ 2ാമത്തെ ക്ലാസ് ഡിസംബർ 10 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 3:30 വരെ നടക്കുമെന്ന് ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ പങ്കെടുത്തവർ തന്നെയാണ് ഈ ആഴ്ചയും പങ്കെടുക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.